വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 2 അവസാനത്തെ ചാപ്റ്റർ ഇന്ന് ഈ വീഡിയോയിൽ എടുക്കാൻ പോവാം. 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു അല്ലെ. നമ്മുടെ ശ്രീകാന്ത് പള്ളിയുടെയും അതുപോലെ തന്നെ മറ്റേ അരുണാചലം മുരുകാനന്ദന്റെ ആ സ്റ്റോറിയും ട്വിങ്കിൾ കണ്ണയുടെ ആ കഥയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതൊക്കെ നമ്മൾ കണ്ട എന്താണ് ഈ പറയുന്ന കണക്ക് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നൊക്കെ കയറി ജീവിത വിജയം നേടിയെടുത്താൽ ഒരുപാട് പ്രിസർവൻസും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യരുടെ കാര്യങ്ങൾ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടാം അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാം. ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് വിജയത്തിൽ എത്തുന്ന ഒരാളാണ് ഒരു സക്സസ്ഫുൾ ആയ മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഒരു ലൈഫിൽ എങ്ങനെ നമ്മളൊരു സക്സസ് ആവുന്നു, വിജയത്തിൽ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംബന്ധിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേരാണ് ദ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വിത്താണ്, തൈയല്ലേ, വിത്ത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ആരാണ്? പോൾ ലോറൻസ് ഡൻബർ എന്ന് പറയുന്ന ഒരു റൈറ്റർ, പോയിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അമേരിക്കൻ പോയിറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചും ആ കവിതയെ കുറിച്ചൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നോക്കാം. ആദ്യം തന്നെ ആ പോയിറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. പോൾ ലോറൻസ് ഡൻബർ അല്ലെ, വാസ് ബോൺ ഇൻ 1872 ആൻഡ് ഡൈഡ് ഇൻ 1906. 1872 അത്യാവശ്യം നല്ലൊരു വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കവിതയാണ്. 1906 എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മരിക്കുന്നത്. He was an American poet, ഒരു അമേരിക്കക്കാരനായ പോയിറ്റ് ആണ്. നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. He was enslaved in Kentucky before the American Civil War. കെൻറ്റുക്കി കേട്ടുണ്ട്, KFC അല്ലെ, കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ അല്ലെ. അപ്പൊ ഈ പറയുന്ന കെൻറ്റുക്കി എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് ഫേമസ് ആണ്, അറിയാവുന്ന അവിടെ പുള്ളിക്കാരൻ എൻസ്ലേവ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അമേരിക്കൻ സിവിൽ വാർ സമയത്ത് ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്ത ആളാണ്, അടയ്ക്കപ്പെട്ട ഒരാളാണ്. He published his first poem. അദ്ദേഹത്തിന് ആദ്യത്തെ പോയം, ആദ്യമായി അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന പോയത്തിന്റെ പേരാണ് Our Martyred Soldiers, നമ്മുടെ രക്തസാക്ഷികളായ ഈ പറയുന്ന സോൾജേഴ്സ്, പട്ടാളക്കാർ. അറ്റ് ദ ഏജ് ഓഫ് 16, അദ്ദേഹത്തിന്റെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ കവിത പബ്ലിഷ് ചെയ്യുന്നു. Dunbar became one of the first Afro-American writers to win international acclaim. ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റേഴ്സിൽ അല്ലെങ്കിൽ പോയറ്റിൽ ആദ്യമായി ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു റൈറ്റർ കൂടി, അറിയപ്പെട്ടിരുന്ന റൈറ്റർ കൂടിയായിരുന്നു ആര്? നമ്മുടെ പോൾ ലോറൻസ് ഡൻബർ. He worked with the Wright brothers in their publication The Tatler. റൈറ്റ് ബ്രദേഴ്സ് നടത്തിയിരുന്ന പബ്ലിക്കേഷൻ The Tatler എന്ന് പറയുന്ന പബ്ലിക്കേഷനിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. His first book, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്ക് A Collection of Poems, Oak and Ivy, was published in 1893. 1893 Oak and Ivy എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. He was published in many collection of poems. ഒരുപാട് പോയംസ് പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ ഷോർട്ട് സ്റ്റോറീസ്, ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ 4 novels ആൻഡ് എ പ്ലേ, 4 നോവലുകളും ഒരു പ്ലേ, ഒരു നാടകവും പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് പോൾ ലോറൻസ് ഡൻബർ, ഒരു ആഫ്രോ അമേരിക്കൻ റൈറ്റർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പാഠത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ചിലപ്പോൾ പ്രോബ്ലംസ് നമ്മൾ എന്തായി കാണണമെന്ന് നമ്മുടെ അരുണാചലം മുരുകാനന്ദം പറഞ്ഞു. പ്രോബ്ലംസിനെ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ആയി കാണുക. ആ ഓപ്പർച്യൂണിറ്റീസ് നിന്നും ഇൻവെൻഷൻ ഉണ്ടാവുക, ഒരു എന്റർപ്രൈസിലേക്കും ഇന്നോവേഷനിലേക്കും നമ്മൾ കടക്കണം എന്നൊക്കെ പുള്ളിക്കാരൻ നമുക്ക് എന്ത് ചെയ്തു, പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ പറയുന്നു, പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. പ്രോബ്ലംസിനെ എപ്പോഴും നമ്മൾ എന്തായി കരുതുക, പ്രശ്നങ്ങളെ എപ്പോഴും ഓരോ അവസരങ്ങളായി നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ കരുതണം എന്ന് പറയുന്നു. We should be solution providers who transform the world അല്ലെ. എപ്പോഴും നമ്മൾ എന്തായി മാറണം, സൊല്യൂഷൻ അല്ലെ, ഈ പറയുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ, പരിഹാരം കാണുന്ന പ്രൊവൈഡേഴ്സ് ആയി മാറണം എന്ന് പറയുന്നു. ആൻഡ് ആൾസോ ഹു ട്രാൻസ്ഫോം ദ വേൾഡ്, അവർക്ക് മാത്രമേ എന്തിനെ ഇത് ചെയ്യാൻ പറ്റൂ, ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. Can we continue to stay motivated even when the path of success is long, difficult and challenging അല്ലെ. നമ്മളെപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള പാത അത്യാവശ്യം ഡിഫിക്കൽട്ടും ചലഞ്ചിങ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആവുക, നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. കാര്യം മുന്നിൽ എത്ര പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. അത് നമുക്ക് പറ്റത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. The seedling shows how nature can inspire you as to preserve in the face of adversity. ദ സീഡ്ലിംഗ് എന്നുള്ള കവിത നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നേച്ചറിൽ തന്നെ ഒരു കവിതയ്ക്ക് അല്ലെങ്കിൽ പോട്ടെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു ചെടി വളരുന്ന പോലെ ഒരു വിത്തിൽ നിന്നും ഒരു ചെടിയായി മനോഹരമായി പൂക്കുന്ന ഒരു സസ്യമായി മാറുന്ന ഒരു പ്ലാന്റായി മാറുന്നവരെയും ഒരു ചെടി നേരിടുന്ന, ഒരു സീഡ്ലിംഗ് നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ പറയുന്ന അഡ്വേഴ്സിറ്റീസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന, അതിനെന്തായി കമ്പയർ ചെയ്യുന്നു, മനുഷ്യന്റെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന ഒരു പോയം അല്ലെ. ഒരു മനുഷ്യന്റെ ലൈഫ് എന്തുപോലെയാണ്, ഒരു സീഡ്ലിംഗ് പോലെയാണ് എന്ന് പറയാണ്. സീഡ്ലിംഗ് തന്റെ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് മനുഷ്യന്റെ മനസ്സും എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന ഒരു മനോഹരമായ കവിതയാണ് പോൾ ലോറൻസ് ഡൻബർ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. പാഠത്തിന്റെ പേരെന്താണ്? സീഡ്ലിംഗ് എന്നാണ്. നോക്കുക,
ഒന്നാമത്തെ സ്റ്റാൻസ നമ്മൾ നോക്കുന്നുണ്ട്. ഈ പറയുന്ന കണക്കൊരു ജസ്റ്റ് നമ്മൾ പറയുന്നതിന് മുമ്പായി, സ്റ്റാൻസ നോക്കുന്നതിന് മുമ്പായി എന്താണ് ആ പോയം, എന്തൊക്കെയാണ് ഇത് പറയുന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, നോക്കാം. ദ സീഡ്ലിംഗ് is a short inspirational poem written by Paul Laurence Dunbar. ഈ പറയുന്ന സീഡ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? പോൾ ലോറൻസ് ഡംബർ എഴുതിയിട്ടുള്ള വളരെ എന്താണ് ഇൻസ്പിറേഷണൽ, ആൾക്കാരെ ഇൻസ്പിറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പോയമാണ് ദ സീഡ്ലിംഗ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ്സ് ടു ഗെയിൻ നാഷണൽ റെക്കഗ്നിഷൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത്യാവശ്യം അന്ന് പോപ്പുലർ ആയിരുന്ന ആദ്യത്തെ പോയിറ്റ് കൂടി, അല്ലെങ്കിൽ അന്ന് അറിയപ്പെടുന്ന ആഫ്രോ അമേരിക്കൻ പോയിറ്റ് കൂടിയായിരുന്നു ആര്? നമ്മുടെ പോൾ ലോറൻസ് ഡംബർ. And also the theme on the purpose of the poem. പോയത്തിന്റെ പർപ്പസും തീമും എന്താണെന്ന് പറയാണ്. The poem uses the journey of a seedling. പോയം പറയുന്നത് എന്താണ്? ഒരു സീഡ്ലിംഗിന്റെ ജേണിയാണ്. From a tiny seed buried in the darkness of the beautiful blooming flower. അല്ലേ? അപ്പോൾ വളരെ മനോഹരമായ ചെടിയായി മാറുന്നതിന് മുമ്പ് തന്നെ എന്താണ് മുമ്പ്, അതായത് എവിടെയാണ് ഒരു ഡാർക്ക് സമ്പെട്ടിൽ എന്താണ് ഒരു കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട് മൂടി കിടക്കുന്ന സോയിലിന്റെ അടിയിൽ കിടക്കുന്ന ഒരു സീഡ്ലിംഗിന്റെ കഥ. അത് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മാറി ഒരു പൂവാവുന്ന വരെയുള്ള കഥ പറയുന്നു. ആസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്, ഒരു മനുഷ്യന്റെ ലൈഫിന്റെ ഗ്രോത്ത് ഇവിടെ കാണിച്ചു തരുന്നു. എസ്പെഷ്യലി ദാറ്റ് ഓഫ് എ ചൈൽഡ്, ഒരു കുട്ടിയുടെ അല്ലെ ഒരു കുട്ടി മനോഹരമായി ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരാളായി മാറുന്ന വരെയുള്ള കാലഘട്ടം കാണിക്കുന്നു. Dunbar wrote this poem to inspire young readers to face life's challenges with courage, patience and determination. Dunbar എന്തിനാണ് ഈ പോയം എഴുതുന്നത്? ടു ഇൻസ്പയർ, എന്താണ് ഇൻസ്പിറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ എന്താണ് ഈ പറയുന്ന കണക്ക് ബോധവാന്മാരാക്കാനും അവരെ പ്രചോദനം നൽകാനും വേണ്ടിയിട്ടാണ്. എന്താണ്? ടു ഫേസ് ദ ലൈഫ് ചലഞ്ച്, നമ്മുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാനും അവർ കറേജോടുകൂടി അതിനെ നേരിടാനും പേഷ്യൻസും ഡിറ്റർമിനേഷനും കൂടി അതിനെ നേരിടാനൊക്കെ കുട്ടികളെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന കവിത എഴുതിയിരിക്കുന്നത്. നോക്കാം ആ കവിത എന്തൊക്കെ പറഞ്ഞു. ഇറ്റ് ടീച്ചസ് ദാറ്റ് എവറി പേഴ്സൺ നോ മാറ്റർ ഹൗ സ്മാൾ ഓർ വീക്ക് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഗ്രോ. വേറൊന്നുമല്ല, ചെറുതായിക്കോട്ടെ എങ്ങനെയുള്ളവരായിക്കോട്ടെ അയാൾക്കും എല്ലാവർക്കും വളരാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നു. ആൾസോ പറയുന്നു ഹാർഡ് വർക്ക് ആൻഡ് മോറൽ സ്ട്രെങ്ത് ഓർ വിച്ച് നമ്മുടെ മോറൽ സ്ട്രെങ്തും ഹാർഡ് വർക്കും ഒക്കെ എന്ത് ചെയ്യും? വിൽ ഹെൽപ്പ് വൺ ഓവർകം സ്ട്രഗിൾസ്. നമ്മുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മളെ സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്ന് പറയുന്നു. ആൻഡ് ദ തേർഡ് വൺ, നേച്ചർ പറയുന്നു സൺലൈറ്റ് ആൻഡ് റെയിൻ സിംബോളൈസസ് ദ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വി ഗെറ്റ് ഇൻ ലൈഫ്. അല്ലെ, ഇവൻ പ്രകൃതി പോലും നമ്മുടെ നേച്ചർ പോലും നമ്മളോടൊപ്പം നമ്മുടെ സ്ട്രഗിൾസിന്റെ കൂടെ അതിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നു. അല്ലെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ പോയം ഒരു സ്പെഷ്യൽ പോയം അല്ലെങ്കിൽ ഒരു നല്ല മനോഹരമായ പോയം, ഇമ്പോർട്ടന്റ് പോയം തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നതെന്ന് പറയുകയാണ്. It speaks to children and young minds directly, encouraging them to do the best you can. പറയുകയാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്താണോ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നു. It has a moral message. ഒരു മോറൽ നമുക്ക് എന്തെന്ന് കിട്ടുന്നു. എന്താണ്? To work hard, stay hopeful and keep growing even when things are hard. അല്ലെ, എത്ര മുമ്പിൽ എന്തൊക്കെ ഹാർഡ്ഷിപ്സ് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മുന്നോട്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോകണമെന്ന്, ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞു തരികയാണ്. And also it uses simple language, വളരെ സിമ്പിൾ ആയിട്ട് ലാംഗ്വേജ് ആണ് ഈ പോയം യൂസ് ചെയ്തിരിക്കുന്നത്. റൈമിംഗ് ആൻഡ് എ ജെന്റിൽ ടോൺ ദാറ്റ് മേക്സ് ഇറ്റ് ബോത്ത് കംഫർട്ടിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ്. വളരെ നമ്മളെയൊക്കെ മനസ്സിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള മനോഹരമായ വാക്കുകളും അത്രയും ആ വാക്കുകളുടെ ടോണും അതൊക്കെ എന്താണ് ഈ പറയുന്ന കവിതയുടെ ടോണൊക്കെ വളരെ മനോഹരമാണെന്ന് നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നെവർ ഗീവ് അപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും ഇത് ചെയ്യരുത് എന്നുള്ള മെസ്സേജ് ഒക്കെ പറഞ്ഞു തരുന്ന ഒരു മെസ്സേജസ് ആണ്. ചലഞ്ചസ് വിൽ കം ബട്ട് ദേ വിൽ ഹെൽപ്പ് യു ഗ്രോ. ചലഞ്ചസ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട്, അത് ചലഞ്ചസ് ആണ് നിങ്ങളെ മുന്നോട്ട് വളർത്തുന്നതെന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനിലേക്ക് പോവാണ്. ഓരോ സ്റ്റാൻസയും നമ്മൾ നോക്കും, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതിൻ്റെ അകത്തുള്ള ലിറ്റററി ഡിവൈസസും കാര്യങ്ങളും നോക്കി നമ്മൾക്ക് പോവാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ് സീഡ്ലിംഗ്. അതിലെ ഡീറ്റെയിൽ ഒരു എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നോക്കാം. സ്റ്റാൻസ നമ്പർ 1. As a quiet little seedling lay within its darksome bud, to itself it fell a talking, and this is what I said. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. As a quiet little seedling lay within its darksome bud, to itself it fell a talking, and this is what it said. നോക്കാം എന്താണ് പറയുന്നത്. നോക്ക്, സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. നോക്ക്, എ സ്മാൾ സീഡ് ഈസ് ലൈങ് കോയിലി ഇൻ ദ ഡാർക്ക് സോയിൽ. അതാണ് ഡാർക്സം ബെഡ് എന്ന് പറയുന്നത്. അല്ലെ, ഒരു ഡാർക്സം ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു ചെറിയ ഇത് സീഡ്. അതെങ്ങനെ ഒറ്റയ്ക്കാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ടോക്കിംഗ് ഇറ്റ് സെൽഫ്. അതെന്തോ ഒറ്റയ്ക്ക് എന്തോ പറയുകയാണ്, സ്വയം എന്തോ പറയുകയാണ്. എക്സ്പ്രസിങ് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതെന്തോ സ്വയം തൻ്റെ തോട്ട്സും തൻ്റെ ചിന്തകളും തൻ്റെ ഫീലിങ്സും അതെന്തോ പറയാനായി ശ്രമിക്കുന്നു. അതാണ് ആ വരി. ഒന്നുകൂടെ ആ വരി നോക്കാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീലിംഗ്, വളരെ ക്വയറ്റ് ആയിട്ട് എന്താണ് സീലിംഗ്, ഒരു വളരെ ശാന്തമായി എന്താണ് ഒരു ഡാർക്സം ബെഡിന്റെ അടിയിൽ കിടക്കുന്ന സീലിംഗ്. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, അതെന്തോ സംസാരിക്കാനായി ശ്രമിക്കുന്നു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് സെഡ്.
അതെന്താണോ പറഞ്ഞത് ഇതാണ് എന്താ പറഞ്ഞത്, അത് പറഞ്ഞ കാര്യം ഇതാണ്. അത് ഒന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നു. ഒന്നുകൂടെ പറയാം. എ സ്മാൾ സീഡ് ഈസ് ലൈങ് quietly in the dark soil though alone. അത് ഒറ്റയ്ക്കാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ടോക്കിംഗ് ടു ഇറ്റ്സെൽഫ്. അത് സ്വയം സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് എക്സ്പ്രസ് ചെയ്യാണ് ഇറ്റ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതിന്റെ തോട്ട്സും ഫീലിങ്സും എന്ത് ചെയ്യുന്നു, അത് എക്സ്പ്രസ് ചെയ്യുകയാണ്. നോക്കുക, അതിൻ്റെ അകത്ത് വരുന്ന ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പെർസോണിഫിക്കേഷൻ വരുന്നു. പെർസോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്വാളിറ്റി അതിന് കൊടുക്കുകയാണ്. നോക്കുക, ദ സീലിംഗ് ടോക്സ്. സീലിംഗ് എന്ത് ചെയ്യാണ്? ഒരു വിത്ത് സംസാരിക്കുന്നപ്പോഴും ഹ്യൂമൻസ് ആണല്ലോ. സോ ഒരു ഹ്യൂമൻ ക്വാളിറ്റി അവിടെ കൊടുക്കുന്നു. സോ അവിടെ പെർസോണിഫിക്കേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെർസോണിഫിക്കേഷൻ ലിറ്റററി യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇമേജറി. ദ ഡാർക്സം ബെഡ് ഇവോക്സ് ദ ഇമേജ് ഓഫ് എ സീഡ് ബuried in a soil. അല്ലേ? അപ്പൊ നമുക്കൊരു വിഷ്വൽ ഇമേജ് അവിടെ കാണാൻ സാധിക്കും. ഒരു സീഡ് ഒരു മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഇമേജ് നമുക്ക് കിട്ടുകയാണ്, അല്ലെ? ഒരു വിഷ്വൽ ഇമേജറി അവിടെ കാണാൻ സാധിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ, അലിട്രേഷൻ. എന്താണ്? കൺസണന്റ് സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ. ഒരു ലൈനിലെ കൺസണന്റ് സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ പറയും. നോക്കുക, സീലിംഗ് സൈലന്റ് സോയിൽ, അല്ലെ? അതിന്റെ എസിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള എസ് റെപ്പറ്റീഷൻ ഓഫ് എസ് വരുന്നു, കൺസണന്റ് ശബ്ദം, അല്ലെ? കൺസണന്റ് സൗണ്ട് റെപ്പറ്റീഷൻ വരുന്നു. അപ്പോൾ 3 ഡിവൈസസ് ഒന്നാമത്തെ സ്റ്റാൻസിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെർസോണിഫിക്കേഷൻ, ദ വിഷ്വൽ ഇമേജറി ആൻഡ് ആൾസോ ദ അലിട്രേഷൻ. ഓക്കെ ആണേ? അടുത്ത സ്റ്റാൻസിലേക്ക് നമുക്ക് പോകാമല്ലോ. നോക്കുക, സ്റ്റാൻസ നമ്പർ 2. I am not so very robust, but I will do the best I can. And the ceiling from that moment, its work of life began. നോക്കുക, ഒന്നുകൂടെ വായിക്കാം. I am not so very robust, but I will do the best I can. And the ceiling from that moment, its work of life began. നോക്കുക, എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. The seed admits it is not strong. അപ്പോ ആ സീഡ് പറയാണ്, ആ ഡാർക്സം ബെഡിന്റെ അടിയിൽ കിടക്കുന്ന ആ സീഡ് പറയാണ്, ആ സീഡ് എന്തല്ല, അത്ര സ്ട്രോങ് ഒന്നും അല്ല. മീൻസ് അത്ര റോബസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രോങ് അല്ല. ബട്ട് ഇറ്റ് ഡിസൈഡഡ് ടു ഗീവ് ഇറ്റ്സ് ബെസ്റ്റ് എഫേർട്ട്. പക്ഷെ അത് സ്വയം പറയുന്നു, ഞാൻ എൻ്റെ ശ്രമം എനിക്ക് പറ്റാവുന്നത്ര നല്ലതുപോലെ ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. ദിസ് ഡിറ്റർമിനേഷൻ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ ഗ്രോത്ത് ജേണി. തൻ്റെ ലൈഫിന്റെ ഗ്രോത്ത്, ആ പറയുന്ന ഗ്രോത്തിന്റെ സമയം, അല്ലെങ്കിൽ ആ ഗ്രോത്തിന്റെ ജേണി, ആ ഡിറ്റർമിനേഷൻ എപ്പോഴാണോ അത് തീരുമാനിക്കുന്നത്, അത് മുന്നോട്ട് പോകും. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മുന്നോട്ട് കയറി ചെല്ലും, മുന്നോട്ട് പോകുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ മൊമെന്റ് മുതൽ, ആ ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ആ സെക്കൻഡ് മുതൽ അതിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണെന്ന് പറയും. ഒന്നാലോചിക്കുക, 2 സ്റ്റാൻസയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന മറ്റൊന്നുമല്ല, ലൈഫിനെ ഇവിടെ പറയാൻ പറ്റും. ഹ്യൂമന്റെ ലൈഫ്, അല്ലെ? ഒരു മനുഷ്യന്റെ ജീവിതം ആദ്യം ഇരുട്ട് മൂടിക്കിടക്കുന്ന, എന്താണ് എങ്ങനെയാണ് എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ, അല്ലെ? ആദ്യമായി ഒരു കുട്ടി, അല്ലെങ്കിൽ ആദ്യമായി ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സ്വയം ഡിസൈഡ് ചെയ്യുകയാണ്, ഞാൻ മുന്നോട്ട് ജീവിക്കുന്നു, ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ്, ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ ജീവിതം എന്ത് ചെയ്യാണ്, തുടങ്ങിയാണ്. ഇവിടെ സീഡിന്റെ ജീവിതം, സീഡ് സ്വയം തീരുമാനിക്കുന്നു, ഞാൻ മുന്നോട്ട് ഇതുണ്ടെങ്കിലും എന്നെ കൊണ്ടൊക്കുന്ന ബെസ്റ്റ് എഫേർട്ട് ഞാൻ എടുക്കുമെന്നും ഞാൻ മുന്നോട്ട് പോകുമെന്നും ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് എന്ത് ചെയ്യാണ്, അത് ഓവർകം ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, മുന്നോട്ട് തന്നെ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുന്നു. സോ ഇവിടെ ആ സീഡ്ലിങ്ങിന്റെ ലൈഫ് എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നും കൂടെ ആ വരികൾ നോക്കുക. ഐ നോട്ട് സോ വെരി റോബസ്റ്റ്, അത് നമ്മൾ പറഞ്ഞതാണല്ലേ, അത് അത്ര ശക്തിമാനോ അല്ലെങ്കിൽ ബലവാനോ അല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതുപോലെ ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ്, ആ മൊമെന്റ് മുതൽ ആ സീഡ്ലിംഗ്, ആ ഹ്യൂമൻ ലൈഫ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ദാറ്റ് മൊമെന്റ് ഇറ്റ്സ് വർക്ക്സ് ദ ലൈഫ് ബിഗാൻ. അത് മുതൽ അതിന്റെ ജീവിതം, അതിന്റെ ഗ്രോത്ത്, ജീവിതത്തിന്റെ വളർച്ച തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ സ്വയം നമുക്ക് എന്തുണ്ടാവണം, നമ്മുടെ ലൈഫ് നന്നാകണമെന്നും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട് നമുക്ക് ഉണ്ടാകണമെന്നാണ് നമ്മുടെ കവി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ ആണാടെ? നോക്കുക. ദെൻ ദ തേർഡ് സ്റ്റാൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ലിറ്റററി ഡിവൈസ് നോക്കാണ്ട് അത് നോക്കുക. ലിറ്റററി ഡിവൈസ് ഒന്ന് ഡയലോഗാണ്. കാര്യം പോയതിൻ്റെ അകത്ത് ഡയലോഗ് കൊണ്ടുവന്നു. ആര് പറഞ്ഞ ഡയലോഗ്? സീലിംഗ് പറഞ്ഞതാണ്. ദ സീലിംഗ് സ്പീക്സ് ഇറ്റ്സെൽഫ്. അല്ലെ, എൻ്റെ ഡയലോഗ് പറയുന്നില്ലേ കാര്യം എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്യുമെന്നുള്ളത്. ദെൻ ആൾസോ ദ മെറ്റഫോർ വർക്ക് ഓഫ് ലൈഫ് സിംബോളൈസ് ദ സീഡ്സ് ജേർണി ഓഫ് ഗ്രോത്ത് ആൻഡ്, അല്ലെ, വർക്ക് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ജോലി എന്നാണ്. വർക്ക് ഓഫ് ലൈഫ് ആകുന്ന ജോലി മീൻസ് ജീവിതം, ആ ജീവിതം ജീവിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതൊരു മെറ്റഫർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് തീം, അല്ലെ, ഇവിടുത്തെ തീം എന്താണ്? പ്രിസർവറൻസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്, അല്ലെ, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സീഡ്ലിങ്ങിന്റെ പ്രിസർവറൻസ്, മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ഇന്നർ സ്ട്രെങ്ത്, മനസ്സിന്റെ ബലവും നമുക്കിവിടെ കാണിച്ചു തരുന്ന ലിറ്റററി ഡിവൈസസ് ഇവിടെ നമുക്കുണ്ട്, അല്ലേടെ? അപ്പൊ അതൊക്കെ നോക്കാൻ സിമ്പിളാണ്. തേർഡ് സ്റ്റാൻസ, സോ ഇറ്റ് പുഷ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. വീണ്ടും പറയുന്നു, so it pushed a little leaflet up into the light of day to examine the surroundings and show the rest the way. നോക്കുക, ഒന്നും കൂടെ പറയാം. So it pushed a little leaflet up into the light of day to examine the surroundings and show the rest the way. നോക്കുക, എന്താണ് എക്സ്പ്ലനേഷൻ നോക്കാം. The seedlings grows its first small leaf.
racing up toward the sunlight to explore its new world. It also leads the rest of the plant to follow. നോക്കുക, the seedling grows its first small leaf. ആദ്യം ഞാൻ പറഞ്ഞു ആ സീഡ്ലിംഗ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഡാക്സം ബെഡിനെ മാറ്റിക്കൊണ്ട് പുറത്തേക്ക് വളർന്നു വരുവാനായി അത് ഡിസൈഡ് ചെയ്യാണ്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും താൻ അത് ശ്രമിക്കും. അത്ര ബലവാനൊന്നുമല്ല എങ്കിലും താൻ അത് ശ്രമിക്കുമെന്ന് പറയുന്നു. And the seedling grows its first small leaf. ആദ്യത്തെ ഇല അതിങ്ങനെ ആദ്യത്തെ നാമ്പ് എന്ത് ചെയ്യാണ്? വരികയാണ്. Reaching up towards the sunlight to explore its new world. ആ മണ്ണിനെ മാറ്റിക്കൊണ്ട് ഡാക്സം ബെഡിനെ മാറ്റിക്കൊണ്ട് പതുക്കെ ആദ്യത്തെ ഒരു ഇല പുറത്തേക്ക് വരുന്നു. അതെന്തിനെ എക്സ്പ്ലോർ ചെയ്യാൻ? എന്ത് എക്സ്പ്ലോർ? സൺലൈറ്റും അതിൻ്റെ പുതിയ ലോകവും മണ്ണിൻ്റെ മുകളിലുള്ള ആ പറയുന്ന ഉപരിതലത്തിലെ ലോകം എക്സ്പ്ലോർ ചെയ്യാനായി അതിൻ്റെ ഇല ഇങ്ങനെ വരികയാണ്. It also leads the rest of the plant to follow. എന്ത് ചെയ്യുന്നു? അത് എന്ത് ചെയ്യുന്നു? And also lead, അത് എൻകറേജ് ചെയ്യുന്നു. ബാക്കിയുള്ളതിനെ കൂടെ ലീഡ് ചെയ്യുന്ന നയിച്ചുകൊണ്ട് വരികയാണ്. എന്താണ്? മുന്നോട്ടുള്ളവരാണ് എന്ന് വെച്ചാൽ ആ ലൈഫ് പാത്ത് പുതിയൊരു ലോകത്തിലേക്ക് അത് എത്തിപ്പെടുന്നത്. എപ്പോഴാണോ ജീവിക്കാൻ തീരുമാനിക്കുന്നത് ആ സമയം മുതൽ അതിൻ്റെ ലൈഫ് തുടങ്ങുന്നു. അത് തുടങ്ങി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ജീവിതത്തിൽ നമ്മുടെ മനുഷ്യരായാലും വയ്ക്കുമ്പോൾ അതൊരു പുതിയ ലോകമായി അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ആ ലോകം സുപരിചിതമാകുമ്പോൾ പിന്നെയുള്ള വളർച്ച വീണ്ടും ബാക്കിയുള്ള സ്റ്റമ്മിനെയും ലീഫിനെയും എന്ത് ചെയ്യാണത് വിളിക്കുകയാണ്. മീൻസ് ലീഡ് ചെയ്ത് നയിച്ചുകൊണ്ട് പോകാം. മീൻസ് വേറൊന്നുമല്ല, ബാക്കിയുള്ള ജീവിതവും കൂടെ മുന്നോട്ട് പോവുകയാണ് എന്നിവിടെ കാണിക്കുകയാണ്. ഒന്നും കൂടെ വായിക്കാം, നോക്കാം. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. മീൻസ് വേറെ ഒന്നുമല്ല, ആ ഡാക്സം സോയിൽ മാറ്റി എന്ത് ചെയ്യുന്നു? ഉയരത്തിലേക്ക് വരുന്നു, മുന്നോട്ട് വരുന്നു. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. എന്ത് ചെയ്യുന്നു? സറൗണ്ടിങ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്നു, സൺലൈറ്റും അതൊക്കെ മനസ്സിലാക്കുന്നു. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. വീണ്ടും എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള മീൻസ് അതിന്റെ വളർച്ച വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നോക്കാം അതിന്റെ ലിറ്റററി ഡിവൈസ് എന്തൊക്കെയാണെന്ന്. ദാ ഇമേജർ പറയുന്നു ലൈറ്റ് ഓഫ് ഡേ. എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഓഫ് ഡേ മീൻസ് എന്താ? അതൊരു ബ്രൈറ്റ്നെസ്, ഒരു എമർജൻസി അല്ലെ, സെൻസ് ഓഫ് ബ്രൈറ്റ്നെസ്, ഒരു വെളിച്ചം, പ്രകാശം, ഒരു വരവല്ലെ, കടന്നു വരവൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചിരുന്നു. അതിന്റെ സിംബോളിസം, ദ ലീഫ്ലെറ്റ് റെപ്രസെന്റ് ഹോപ്പ്. ലീഫ്ലെറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പറയുന്നത്? ഹോപ്പിനെ, ക്യൂരിയോസിറ്റിയെ, ലീഡർഷിപ്പിനെ, മനുഷ്യന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? ലീഫ്ലെറ്റിനെ പറയാൻ സാധിക്കും. ആൻഡ് ദ പേഴ്സോണിഫിക്കേഷൻ നോക്കുക, ദ ലീഫ്ലെറ്റ് എക്സാമിൻ ഷോസ് ദ വേ. എക്സാമിൻ ചെയ്യുന്നു, അത് മീൻസ് വേറെ ഒന്നുമല്ല, അത് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആണല്ലേ. ആ ലീഡർ ക്വാളിറ്റി അതെന്ത് ചെയ്യുന്നു? ലീഫ്ലെറ്റിന് ഇവിടെ കൊടുക്കാൻ. മീൻസ് വേറെ ഒന്നും അല്ല, അതെന്ത് ചെയ്യുന്നു? അതിന്റെ പാത്ത് ഡിസൈഡ് ചെയ്ത് പോകുന്നു. അതെന്ത് ചെയ്യുന്നു? അതിനെ ബാക്കിയുള്ളതിനെയും കൂടെ മുന്നോട്ട്, അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതൊരു ലീഡിങ് ഇതായിട്ട് നിൽക്കുന്നു എന്ന് പറയും. നോക്കാം അടുത്ത സ്റ്റാൻസ. The fourth one, the leaflet liked the prospect, so it called its brother stem, and two other leaflets heard it and quickly followed them. ഒന്നുകൂടെ വായിക്കാം. The leaflet liked the prospect, so it called its brother stem. Then two other leaflets heard it and quickly followed them. നോക്കുക എന്താണെന്നുള്ളത്. The first leaf is happy with what it sees and encourages the stem to grow. അപ്പോൾ ആദ്യം ആ ഒരു ലീഫ്ലെറ്റ് പൊങ്ങി വന്നല്ലേ, അത് കണ്ടതെന്തോ, അത് കണ്ടതും അത് മനസ്സിലാക്കിയതും എന്ത് ചെയ്യുന്നു? അത് കണ്ട് സന്തോഷമായി അത് മറ്റൊരാളെ എൻകറേജ് ചെയ്യാണ്. ആരെ? സ്റ്റമ്മിനെ. ബാക്കിയുള്ളതും കൂടെ ഉയർന്നു വരാൻ അത് എൻകറേജ് ചെയ്യുന്നു എന്തിനാണ്? വളർച്ചയെ. More leaves follow, showing how growth leads ഫർദർ ഗ്രോത്ത് അല്ലെ. മീൻസ് വേറൊന്നും അല്ല, ആ പരിസ്ഥിതിയുമായി അതിന്റെ എൻവയോൺമെന്റുമായി അത് പൊരുത്തപ്പെടുന്നു അല്ലെ. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെ. ആദ്യം വളരെ കഷ്ടപ്പെട്ട് ആദ്യത്തെ ഒരു നാമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ലീഫ്ലെറ്റ് വരുന്നു, അതിന് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ പറയുന്ന സറൗണ്ടിങ്സും കാര്യങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും അത് മുന്നോട്ട് വളരാനുള്ള ഒരു ഇതെന്ത് ചെയ്യുന്നു? ടെൻഡൻസി ഉണ്ടാകുന്നു. അത് വളരുമ്പോൾ അതെന്ത് ചെയ്യാനടെ ഈ പറയുന്ന സ്റ്റംസിനെ, തന്റെ സ്റ്റമ്മിനെയും ഇനി വരുന്ന ഇലകളെയും അതെന്ത് ചെയ്യുന്നു? എൻകറേജ് മുന്നോട്ട്. വേറൊന്നും അല്ല, ഇതെന്ത് ചെയ്യുന്നു? ഗ്രോത്ത് വളരെ പെട്ടെന്നാണ് അല്ലേ. ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ വീണ്ടും അടുത്ത പടിപടിയായി അത് മനസ്സിലാക്കി പെട്ടെന്നുള്ളൊരു വളർച്ച എന്തിനുണ്ടാവുന്നു? ആ പ്ലാന്റിന് അല്ലെങ്കിൽ ആ സീഡ്ലിങ്ങിന് ഉണ്ടാവുന്നു അല്ലേ. വളർച്ച വളരെ വേഗത്തിലാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഈസി അല്ലേ. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചൂട് വെക്കുമ്പോൾ ആദ്യത്തെ ചൂട് വെപ്പാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചൂട് വെച്ച് കയറി പോകും അല്ലേ. ആദ്യമായി നമ്മൾ ഓടിക്കുമ്പോൾ തോന്നുന്ന ആ ഒരു ഡിഫിക്കൽട്ട്, ഒരു വണ്ടി വാഹനം ഓടിക്കുമ്പോഴോ ഒരു കാര്യം ചെയ്യുമ്പോഴോ തോന്നുന്ന ഡിഫിക്കൽട്ട് പിന്നെ ഉണ്ടാവോടെ ഇല്ല. അതുപോലെയാണ് ലൈഫ് എന്നും നമുക്കിവിടെ എന്ത് ചെയ്യാണ്? കവി പറഞ്ഞ് തരികയാണ്. നോക്കാം ലിറ്റററി ഡിവൈസസ് എന്തൊക്കെയാണ് ഇവിടെ. പെർസോണിഫിക്കേഷൻ പറയുന്നു, ദ ലീഫ്ലെറ്റ് കോൾ അതേഴ്സ് ഹേർഡ് ആൻഡ് ഫോളോ. ലീഫ്ലെറ്റ് അല്ലേ, അത് കേൾക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്താൻ പറയുക, ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ക്വാളിറ്റീസ് ആണ്. സോ അവിടെ ഒരു പെർസോണിഫിക്കേഷൻ പറയാം. ആൾസോ ദ ഇമേജറി വിഷ്വലൈസിംഗ് ദ പ്ലാൻ ഗ്രാജുവലി ഡെവലപ്പിംഗ്. പതുക്കെ ഒരു ചെടി ആ മണ്ണിൽ നിന്ന് മുളച്ച് എന്താണ് 2 ദിവസം 3 ദിവസം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ചെടി ഇങ്ങനെ മുളച്ച് വരുന്നതിനെ കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റൂലേ. ഒരു വിഷ്വൽ ഇമേജ് ഇവിടെ പറയുന്നു. ആൻഡ് ആൾസോ ദ മെറ്റഫോർ, ദ പാർട്സ് ഓഫ് ദ പ്ലാൻ വാക്കിംഗ് ടുഗദർ റെപ്രസെന്റ് ടീം വർക്ക് ഓഫ് കമ്മ്യൂണിറ്റി അല്ലെ. ഒരു കമ്മ്യൂണിറ്റിയുടെ ടീം വർക്ക് ഇവിടെ
കാണിക്കാനായിട്ടാണ് ഈ പറയുന്ന ഒരു പ്ലാന്റിന് അല്ലെ ഈ പറയുന്ന ഒരു മനുഷ്യന്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലോകവും സൊസൈറ്റിയും ഫാമിലിയും എല്ലാവരും വരും എന്നുള്ളതാണ് സ്റ്റമ്മിനെ ഈ ബ്രദർ എന്നും ബാക്കിയുള്ള സിസ്റ്റേഴ്സ് എന്നും റെപ്രസെന്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരാളെ എൻകറേജ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്മ്യൂണിറ്റിയും കൂടെ നിൽക്കും എന്ന് കാണിക്കുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് നമുക്ക് പോവാം. സ്റ്റാൻസ നമ്പർ 5. To be sure, the haste and hurry made the ceiling sweat and pant, but almost before it knew it, it found itself a plant. ഒന്നുകൂടെ വായിക്കാം. To be sure, the haste and hurry made the ceiling sweat and pant, but almost before it knew it, it found itself a plant. നോക്കുക, എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. The growth process was difficult and exhausting for the ceiling, but soon it finds that it has grown into a complete plant without even realizing it. ഇപ്പൊ നോക്കുക, the growth process ആ പറയുന്ന വളർച്ചയുടെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് വാസ് ഡിഫിക്കൽട്ട്, അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് എക്സ്വാസ്റ്റിംഗ് ഫോർ ദ സീലിംഗ് അത്യാവശ്യം ശ്രമകരമായ അല്ലെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോരുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഈസി ആയിട്ട് വളർന്ന് വലുതാവാൻ പറ്റുമോടെ? ഒരിക്കലുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ എൻകൗണ്ടർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാം അല്ലേടെ. അപ്പോൾ ഈ പറയുന്ന കണക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും. ഒരു എക്സ്വാസ്റ്റിംഗ് ആയിട്ടുള്ള തളർച്ച, ക്ഷീണം തോന്നുന്നുണ്ട്, ഡിഫിക്കൽട്ട് തോന്നുന്നുണ്ട് അല്ലേ. ബട്ട് സൂൺ പക്ഷേ പെട്ടെന്ന് തന്നെ ഇറ്റ് ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ് ഹാസ് ഗ്രോൺ ഇൻ ടു എ കംപ്ലീറ്റ് പ്ലാന്റ്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയാണ് അത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയി എന്ത് ചെയ്തു, അത് മാറിക്കഴിഞ്ഞു. നോട്ട് ഈവൻ വിത്തൗട്ട് ഈവൻ റിയലൈസിങ് ഇറ്റ് അല്ലേ. മനസ്സിലാക്കുന്നതിൽ പെട്ടെന്ന് അത് എന്താണ് ഒരു മനസ്സിലാവുന്നില്ല. പക്ഷെ എങ്കിലും ജീവിതം മുന്നോട്ട് പോകും. വളരെ പെട്ടെന്നാണ് സമയം പോകുന്നത് അല്ലെ. ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മുടെ സമയം പോകും അല്ലെ. എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10th അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സൈസ് എഴുതാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മ നിങ്ങൾ LKG UKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ വന്നിരിക്കുന്ന കുട്ടികളായ അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിരുന്ന് വളരെ വേഗത്തിൽ സമയം പോകുന്നതാണ് കാണല്ലേ. പക്ഷെ അതാണ് നമ്മൾ മുന്നോട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടില്ലേ, ഒരുപാട് ക്ഷീണങ്ങൾ, തളർച്ച. ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് രീതിയിൽ നിങ്ങൾ പഠിച്ച് ഞാൻ തളർന്നു എന്നോടെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ. പക്ഷെ ഇനിയും പഠിക്കാനുണ്ടല്ലേ ഒരുപാട് മുന്നോട്ട്. വളരെ വേഗത്തിലാണ് സമയം പോകുന്നത് അല്ലേ. ഇപ്പൊ തന്നെ അതാ ഓണം ആവാറായില്ലേ, ഓണത്തിന്റെ ടൈം ആവാറായി. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ടൈം എന്ത് ചെയ്യും, പെട്ടെന്ന് പൊക്കോണ്ടിരിക്കും. ലൈഫ് അങ്ങനെയാണ്, ജീവിതം വളരെ വേഗത്തിൽ. ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം, ക്ഷീണം തോന്നാം, പ്രയാസങ്ങൾ തോന്നാം, പക്ഷേ ജീവിതം വളരെ വേഗത്തിൽ പൊക്കോണ്ടിരിക്കും അല്ലേടെ. അപ്പൊ അതാണ് ഇവിടെ കവി പറയുന്നത്. വളരെ വേഗത്തിലാണ്, വളരെ തളർച്ചയോടും ക്ഷീണത്തോടും കൂടിയൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ തോന്നാം. പക്ഷേ അതൊക്കെ മനസ്സിലാവുന്ന തൊട്ട് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്തായി കഴിഞ്ഞു, ഒരു പൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, ഒരു പൂർണ്ണമായ പ്ലാന്റ് ഇവിടെ സീലിംഗ് ആയി കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ എന്ന് പറയുകയാണ് അല്ലേ. അപ്പൊ അതെന്താ എന്ത് ചെയ്യുക, ഒന്നും കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് ഈ പറയുന്ന കണക്ക് ലൈഫിനെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ. ലൈഫ് വളരെ വേഗത്തിൽ പോവും. ആ കാര്യങ്ങൾ നമ്മൾ എന്താ, ചിലപ്പോൾ നമ്മൾ ക്ഷീണിതനാവാം, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒക്കെ. നമ്മൾ ഇതൊക്കെ എന്താണ്, ഇത് വളരെ വേഗത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് കവി റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. പെർസോണിഫിക്കേഷൻ പറയുന്നു എന്താണ്, സീഡ്ലിങ്ങിന് സ്വെറ്റ്, ഈ പറയുന്ന സ്വെറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വിയർപ്പും അതുപോലെ പാൻറ്റിങ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആയിക്കുക നമ്മൾ പറയത്തില്ല, അതുപോലെ ഹ്യൂമൻ ക്വാളിറ്റീസ് പറയുന്ന പെർസോണിഫിക്കേഷൻ പറയുന്നു. ബട്ട് ദ ഐറണി, ഇവിടുത്തെ ഐറണി നോക്കുക. ഡിസ്പൈറ്റ് സ്ട്രഗ്ലിംഗ് ദ പ്ലാൻ ഗ്രോസ് ക്വിക്ലി ആൻഡ് സക്സസ്ഫുള്ളി. ഇവിടെ പറയുന്നല്ലേ, സ്ട്രഗിൾ ചെയ്ത് നിൽക്കാതെ, മീൻസ് ലൈഫിൽ നമ്മൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യും അല്ലേ, സ്ട്രഗ്ലിംഗ് മൊമെന്റ് ഉണ്ടാവും. ആ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കാതെ എന്ത് ചെയ്യുന്നു, പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന രീതി പറയുന്നു. ഐറണി അത് ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും നോക്കി വെച്ചോളൂ. റൈം പാൻഡ് ആൻഡ് പ്ലാന്റ്, ഇത് ഒരു റൈമിംഗ് സ്കീം റൈം ഇവിടെ കൊണ്ടുവരുന്നു അല്ലേ. ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. അടുത്ത സ്റ്റാൻസിലേക്ക് നമ്മൾ പോവാം. നോക്കുക, സ്റ്റാൻസ നമ്പർ 6. The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. ഇപ്പൊ നോക്കുക, the sunshine poured upon it, and the clouds gave a shower, and the little plant kept growing till it found itself a flower. ഇപ്പൊ നോക്കുക, വീണ്ടും പറയുന്നു എന്താണ് നോക്കുക, നേച്ചർ എന്ന് പറയുമ്പോൾ പ്രകൃതി. The sun and the rain nourishes the plant. പറഞ്ഞല്ലേ, നേച്ചർ സൺഷൈനും. അപ്പോൾ ബുദ്ധിമുട്ട് സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിൽക്കുന്ന ആ ഒരു ടൈം, ഒരു പ്ലാന്റിന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ്, ഒരു മനുഷ്യന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിട്ടിരിക്കാം. നോക്കാം. അപ്പൊ ഈ പറയുന്ന നേച്ചർ, ആ സമയത്ത് പ്രകൃതി ആരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു, ഈ സീഡ്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് നൗറിഷസ് ദ പ്ലാന്റ് അല്ലെ. സൺഷൈനും ആ പറയുന്ന റെയിനും അതിനെ നൗറിഷ് ചെയ്യുന്നു, അതിനെ ഇത് ചെയ്യുന്നു. ആൻഡ് ഇവൻച്വലി അത് ക്രമേണ എന്ത് ചെയ്യുന്നു, ദ പ്ലാന്റ് ഗ്രോസ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പൊ അതൊക്കെ വെള്ളവും ജലവും അല്ലെങ്കിൽ സൂര്യപ്രകാശവും ഒക്കെ കിട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഫ്ലവർ വീണ്ടും ഒന്നും കൂടെ പുഷ്ടിപ്പെട്ട് വളരാൻ തുടങ്ങി. അതിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നു. അതിൽ നിന്ന് മനോഹരമായ ഒരു ഫ്ലവർ ഉണ്ടാവും. ദ റിവാർഡ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് പെർസീവറൻസ് അല്ലെ. ആ കഷ്ടപ്പാടിന്റെയും ആ നിശ്ചയദാർഢ്യത്തിന്റെയും ആ ഒരു ഫലമായി, ഒരു റിവാർഡായി ഒരു പൂ, മനോഹരമായ ഒരു പൂ ആ സസ്യത്തിലുണ്ടാവും. പക്ഷെ വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെയൊക്കെ കടന്നു പോവാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സണ്ണിനെയും പോലെ റെയിനെയും പോയി ഒരുപാട് ആൾക്കാർ വരാം. അവരുടെ സപ്പോർട്ടോടു കൂടിയും ജീവിതത്തിൽ മുന്നോട്ട് പോരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും അവസാനം, ഈ പറയുന്ന മനോഹരമായ ഒരു പൂ പോലെ നമ്മുടെ ലൈഫിലും റിവാർഡ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മുടെ കവി എന്ത് ചെയ്യാണ് ഇവിടെ കവിത പറഞ്ഞു തരികയാണ് അല്ലെ. കവിയുടെ പറയുന്നതാണല്ലേ, നമ്മൾ ഹാർഡ് വർക്കിന് എന്തുണ്ടാവും,
ഒരു റിവാർഡ്, ഈ ഫ്ലവറിനെ പോലെ റിവാർഡ് നമുക്ക് കിട്ടും അല്ലെ. സീഡ്ലിംഗ് വളർന്നൊരു പ്ലാന്റ് ആയി അതിൽ മനോഹരമായ ഒരു പൂ ആയത് അതെന്ത് പോലെയാണ്, റിവാർഡ് പോലെയാണെന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ഡിവൈസ് ഇമേജറി പറയുന്നു സൺഷൈൻ പൗഡ് ആൻഡ് ദ ക്ലൗഡ്സ് ഹാവ് എ ഷവർ. ഒരു റിച്ച് നാച്ചുറൽ വിഷ്വൽസ്, ഒരു നാച്ചുറൽ അല്ലെ സൺഷൈൻ, ആ ഈ പറഞ്ഞ സൂര്യപ്രകാശം ഒരു ചെടിയിലേക്ക് അടിക്കും, നമുക്ക് ആലോചിക്കാൻ പറ്റൂലേ. മഴ പെയ്യുമ്പോൾ ചെടിയാവും ആലോചിക്കാൻ പറ്റൂലേ. ഓക്കെ, സോ ഇമേജറി വിഷ്വൽ ഇമേജറി കാണുന്നു. ദെൻ ആഡ്സ് ഓഫ് ദ സിംബോളിസം. ഫ്ലവറിനെ എന്തായിട്ട് എടുക്കാം, സക്സസ് ആയിട്ടും ഫുൾഫിൽമെന്റ് ആയിട്ടും ബ്യൂട്ടി ആഫ്റ്റർ സ്ട്രഗിൾ അല്ലെ, ഒരു ബുദ്ധിമുട്ടിന് ശേഷമുള്ള സൗന്ദര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ അലിട്രേഷൻ ദ സൺഷൈൻ ആൻഡ് ഷവർ, എസിന്റെ റെപ്പറ്റീഷൻ വരുന്നു, സോ ഇറ്റ്സ് എ അലിട്രേഷൻ. ഓക്കെ, ആൻഡ് സ്റ്റാൻസ, നെക്സ്റ്റ് സ്റ്റാൻസ വീണ്ടും പറയുന്നു നോക്കാം. ലിറ്റിൽ ഫ്ലോക്സ്, ഇനി നമ്മളോടാണ് പറയുന്നത്. ഇത്രയും നേരം ഒരു സീഡ്ലിംഗിന്റെ ഇതാണ് പറഞ്ഞതെങ്കിൽ ദാ കവി നമ്മളോട്, നമ്മുടെ വ്യൂവേഴ്സിനോട് ലിറ്റിൽ ഫ്ലോക്സ്, കുട്ടികളോട്, ചിൽഡ്രൻസിനോട് പറയാണ്. ലിറ്റിൽ ഫ്ലോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, നിങ്ങൾ എന്താവുക, സീഡ്ലിംഗ്സ് പോലെ ആവുക. അതാണ് പറയുന്നത്. ലിറ്റിൽ ഫ്ലോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, ആൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ആസ് എവറി മാൻ. ഒന്നുകൂടെ വായിക്കാം. ലിറ്റിൽ ഫ്ലോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, ആൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, every child must share life's labor just as well as every man. നോക്കുക, the poet gives advice to children. poet എന്ത് ചെയ്യാണ്, ചിൽഡ്രൻസ് കുട്ടികൾക്ക് അഡ്വൈസ് നൽകുകയാണ്. encouraging them to hard work like the seedling. സീഡ്ലിങ്ങിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കഷ്ടപ്പെടണമെന്ന് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പറയാണ്. everyone, എല്ലാവരും, ഈവൻ ചിൽഡ്രൻ, കുട്ടികളാണെങ്കിലും must do their part in life. കുട്ടികളായാലും എല്ലാവരും, എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുക, സീഡ്ലിങ്ങിനെ പോലെ അവരുടേതായ പാർട്ട് ജീവിക്കണം. അതിനുവേണ്ടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളെല്ലാം മുന്നോട്ട് ഒരു സീഡ്ലിങ്ങിനെ പോലെ ജീവിക്കണമെന്ന് ഇവിടെ എന്ത് ചെയ്യാണ്, നമുക്ക് കവി ഇവിടെ പറഞ്ഞു തരികയാണ്. ഓക്കെ, നോക്കുക എന്തൊക്കെയാണ് ഡയറ്റ് ടീച്ചിങ് എ മോറൽസ്, ഒരു മോറൽസ് നമുക്കിവിടെ പറഞ്ഞു തരുന്നു. ആൻഡ് അലിട്രേഷൻ, ലൈഫ്സ് ലേബർ, ഒരു അലിട്രേഷൻ കാണുന്നു. ആൻഡ് ആൾസോ ദ അഡ്രസ്സസ് എന്ന്, ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറഞ്ഞ് കുട്ടികളെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഒരു സംസാരിക്കുന്ന അഡ്രസ്സിങ് ഇതൊക്കെ വരുന്നു, അതൊക്കെ നോക്കി വെച്ചേക്കുക. ദെൻ നോക്കുക, ദ ലാസ്റ്റ് ആൻസർ നോക്കാം. And the sun and showers will help you through the lonesome struggling hours till you rise to light and beauty, virtue's fire unfading flower. Okay, and the sun and showers will help you through the lonesome struggling hours till you rise to light and beauty, virtue's fire unfading flower. And explanation നമുക്ക് നോക്കാം. Just like the plant had help from sunlight and rain, just like the plant had help from sunlight and rain, people too will find support through tough times. If they keep going with the virtue, they will bloom into something beautiful and last. നോക്കുക, just like the പ്ലാന്റ് പോലെ ആകണം എന്ത് നമ്മുടെ ജീവിതം. had help from sunlight and rain അല്ലെ, ഒരു പ്ലാന്റിനെ പോലെ ആണ് മനുഷ്യനും സഹായങ്ങൾ സൺഷൈൻ ആയിട്ടും ആ ഒരു റെയിൻ ആയിട്ട് ചിലപ്പോൾ ആൾക്കാരിൽ നിന്നോ ആരിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാവാം. people too will find support through tough times. ചിലപ്പോൾ നമ്മുടെ പ്രയാസമുള്ള സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ സഹായിക്കാറുമുണ്ട് അല്ലേ. if they keep doing with virtue, നല്ല രീതിയിൽ, നല്ല ആശയങ്ങളോട്, നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ they will bloom into something beautiful and lasting. നല്ല കാര്യത്തോടുകൂടി, നല്ല സ്ഥിതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും നല്ല ബ്ലൂമിങ് ആയിട്ടുള്ള, നല്ല അൺഫെയ്ഡിങ് ആയിട്ടുള്ള, എന്താണ്, ഒരിക്കലും മായാത്ത മനോഹരമായ സൗന്ദര്യമുള്ള എന്നും നിൽക്കുന്ന ലൈഫ് നമുക്കുണ്ടാകുമെന്ന് നമ്മുടെ കവി നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ മനോഹരമായ ഒരു കവിത അല്ലെ. ഒരു സീഡ്ലിംഗ് വളർന്ന് ഒരു പൂവാവുന്നത് പോലെയാണ്, ഒരു പൂവാവുന്ന ചെടി, പൂവുള്ള ചെടി, പൂ വിരിയുന്ന ചെടിയാവുന്നത് പോലെയാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് ആര് പറഞ്ഞു തരികയാണ്, പോൾ ലോറൻസ് ജൻബർ നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലെ. എന്ന് വെച്ചാൽ ഒരു ഹാർഡ് വർക്ക് ആണല്ലേ, ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ എടുക്കേണ്ടി വരും അല്ലെ, ഒരുപാട് ഹാർഡ്ഷിപ്സ്, ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് സ്ട്രഗിൾസ്. ഇതിനെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഒരു അൺഫെയ്ഡിങ് ഫ്ലവർ പോലെ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, മാറും എന്ന് പറയുകയാണ്. അതിനെന്ത് വേണം, നല്ല വിർച്യൂസ്, നല്ല മനോഹരമായ നല്ല ചിന്തകളും നല്ല പ്രവൃത്തിയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പോൾ ലോറൻസ് ജൻബർ നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലേ. വളരെ മനോഹരമായ രീതിയിലാണ് ആ പോയം നമുക്ക് അവതരിപ്പിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് നോക്കാം. ആൻഡ് ലിറ്റർ ഡിവൈസ് മെറ്റഫോർ വിർച്യൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവർ, ഒരു സിംബോളിസം, മോറൽ ആൻഡ് സ്പിരിച്വൽ സക്സസ് ഒക്കെ നമുക്ക് തരുന്നെന്ന് പറയുന്നു. അത് നോക്കാം. ഇമേജറി, ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ്, ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഇതാണ്. ആൻഡ് സിംബോളിസം, സൺ ആൻഡ് ഷവേഴ്സ് റെപ്രസെന്റ്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഫാമിലി എന്നും ടീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഫാമിലി സപ്പോർട്ട് ചെയ്യാം, ടീച്ചർ സപ്പോർട്ട് ചെയ്യാം, മറ്റു ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആവാം അല്ലെ, പാർട്ണർ ആവാം, ആര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവാം അല്ലേടെ. അപ്പൊ ഇതൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ്. നോക്കാം ഇനി അവിടുത്തെ പേഴ്സോണിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ മൊത്തത്തിൽ കവിത മൊത്തത്തിൽ പറയാണ്. പേഴ്സോണിഫിക്കേഷൻ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ഗീവിംഗ് ഹ്യൂമൻ ട്രൈഡ്സ് ടു ദ സീഡ്ലിംഗിന് മനുഷ്യന്റെ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. എക്സാമ്പിൾ ടു ഇറ്റ് സെൽഫ്, ഇറ്റ്സ് ഫെൽ ടോക്കിംഗ് സംസാരിക്കുന്ന മനുഷ്യന്റെ ഇതാണ്. മെറ്റഫർ കമ്പയറിംഗ് ലൈഫ് ടു പ്ലാൻ ഗ്രോത്ത്, അതെന്താ വിച്ച് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവർ അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.
ദെൻ നോക്കുക ഇമേജറി ക്രിയേറ്റിംഗ് മെന്റൽ പിക്ചർ, പിക്ചർ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ്, സൺഷൈൻ പോഡ് തുടങ്ങിയതൊക്കെ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നവയാണ്. ആൾസോ ദ അലിട്രേഷൻ റെപ്പറ്റീഷൻ ഓഫ് കൺസേൺ, ലൈഫ്സ് ലേബർ, സ്വെറ്റ് ആൻഡ് പാൻറ് അല്ലെ, അതൊക്കെ നമുക്ക് റെപ്പറ്റീഷൻ പറയുന്നതാണ്. സിംബോളിസം ആ പറയുന്ന റൈം സ്കീമും അതൊക്കെ അറിയുന്നത് ഇപ്പർ മീനിങ്സ് ഒക്കെ പറയുന്നതാണ്. സീലിംഗിനെ ചൈൽഡായിട്ടും ഫ്ലവറിനെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു അൺഫെയ്ഡിങ് ഫ്ലവർ, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ റൈം സ്കീം ABB ആണ്, ഒരു മ്യൂസിക്കൽ ഫ്ലോ, റൈമിംഗ് വേർഡ്സ് വെച്ച് നമ്മൾ എന്നാണ് AABB എന്ന് പറയുന്നത് അല്ലേ. ഒരു ആ പാറ്റേണിലാണ് ആ സ്റ്റാൻസാസ് പോകുന്നത്, 4 വരികൾ അടങ്ങുന്ന ഇതല്ലേ സ്റ്റാൻസാണ് വരുന്നത്. സോ അത് AABB എന്ന് പറയുന്ന റൈം സ്കീമിലാണ് അത് പോകുന്നത്. ഒരു ഡൈഡാറ്റിക് ടോൺ ഉണ്ട്, ഒരു ടീച്ചിങ് ഓഫ് ലൈഫ്, ഒരു ലൈഫ് ലെസൺ നമുക്ക് പഠിച്ചു തരുന്നു അല്ലെ. അതാണ് ലിറ്റിൽ ഫ്രോക്സ് ടു ബി ലൈക്ക് ദ സീഡ്ലിങ്സ്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ എന്തുപോലെ ആവണം, സീഡ്ലിങ്സിനെ പോലെ ആകണമെന്ന് ഫോക്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയുകയാണ് അല്ലേ. അപ്പോൾ വളരെ മനോഹരമായ ഒരു കവിത, നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന കവിതയാണ്. ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇറക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് ഈ ക്ലാസ്സുകൾ ഒന്നും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.